ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ടു ഡു ലിസ്റ്റ് വെബ് ആപ്ലിക്കേഷനാണ് ഡെവലപ്പ് ചെയ്യുന്നത്. HTML-ഉം CSS-ഉം JS-ഉം ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുള്ള ഒരു ടു ഡു ലിസ്റ്റ് വെബ് ആപ്ലിക്കേഷൻ. പക്ഷെ നമ്മൾ ഫ്രം ദ സ്ക്രാച്ചിൽ നിന്ന് നമ്മൾ HTML-ഉം CSS-ഉം JS-ഉം ഒന്നും കോഡ് ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ക്ലോഡ് എന്ന് പറയുന്ന ഒരു AI അസിസ്റ്റൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എൻറ്റയർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ക്ലോഡ് എന്ന് പറയുന്നത് ഒരു AI അസിസ്റ്റൻ്റ് ആണ്. ആന്ത്രോപ്പിക് എന്ന് പറയുന്ന ഒരു കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു AI അസിസ്റ്റൻ്റ് ആണ് ക്ലോഡിന് ഒരുപാട് യൂസ് കേസസ് ഉണ്ട്. ഫ്രം ക്രിയേറ്റീവ് റൈറ്റിംഗ് മുതൽ നമ്മളെ കോഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ പ്രോബ്ലം സോൾവിങ്, ഡേറ്റ അനാലിസിസ്, അങ്ങനെ ഒരുപാട് യൂസ് കേസസ് ക്ലോഡിനുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഡെവലപ്പറിനെ എങ്ങനെ ഈ AI അസിസ്റ്റഡ് കോഡിങ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ബിഗിനർ ലെവൽ ട്യൂട്ടോറിയൽ വീഡിയോയാണ്. ഓക്കെ, അതായത് അതുകൊണ്ടാണ് ഒരു ബേസിക് ആയിട്ടുള്ള ടു ഡു ലിസ്റ്റ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ക്ലോഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. AI അസിസ്റ്റഡ് കോഡിംഗ് ഒരുപാട് കമ്പനീസ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഡെവലപ്മെൻറ്റ് സെൻറ്ററിലാണെങ്കിൽ പോലും നമ്മൾ AI ടൂൾസ് ആയിട്ടുള്ള ChatGPT, ക്ലോഡ്, കോപൈലറ്റ് ഇവയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവയൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഡെയിലി ഉള്ള പ്രൊജക്ട്സുകളുടെ ഓരോ ടാസ്കിലും നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഡീബഗിനും അതുപോലെ എറേഴ്സ്, ഹ്യൂമൻ ആയിട്ടുള്ള നമ്മൾ കോഡ് ചെയ്യുമ്പോൾ വരുന്ന എറേഴ്സൊക്കെ ഒരുപാട് അതുകൊണ്ട് ഡിക്രീസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും കൂടുന്നത് അവിടെ. അതുപോലെ തന്നെ ഈ AI അസിസ്റ്റഡ് കോഡിംഗ് ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബോയിലർ പ്ലേറ്റ് കോഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഞാനിപ്പോൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, എനിക്ക് ക്രിയേറ്റ് ടു ഡു ലിസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ടു ഡു ലിസ്റ്റ് ആപ്ലിക്കേഷനിൽ എന്തൊക്കെ വേണം എന്നുള്ളൊരു ബോയിലർ പ്ലേറ്റ് കോഡ് നമുക്ക് അവിടെ കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫങ്ഷനാലിറ്റീസ് അതിനോട് ആഡ് ഓൺ ചെയ്യുന്ന രീതിയിലുള്ള ബോയിലർ പ്ലേറ്റ് കോഡ്സ് നമുക്ക് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ക്ലോഡ് എന്ന് പറയുന്ന ടൂളാണ്. ക്ലോഡിന് ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്ലോഡ് ആർട്ടിഫാക്ട്സ്, ChatGPT-നെ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്ലോഡ് ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അഡീഷണൽ ഫീച്ചറാണ്, എസ്പെഷ്യലി ഫോർ കോഡിംഗ് പേർപ്പസസിന് വേണ്ടിയിട്ട്. അതുപോലെ പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലും ഇത് കഴിഞ്ഞിട്ട് നമ്മളിടുന്ന വീഡിയോസിലും ഒക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ക്ലോഡ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ URL claude.ai എന്ന് പറയുന്ന URL-ലേക്ക് പോവാം. അതിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനോ സൈനപ്പ് ചെയ്യാനായിട്ടുള്ള പേജ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ളത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് Gmail അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈനപ്പ് ചെയ്യാം. വൺ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പേജായിരിക്കും, ഈ പേജായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രീ പ്ലാനാണ്. ക്ലോഡിന് ശരിക്കും പറഞ്ഞാൽ ഫ്രീ പ്ലാൻസും അതുപോലെ പെയ്ഡ് പ്ലാൻസും ഉണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ആന്ത്രോപ്പിക് എന്ന് പറയുന്ന കമ്പനിയാണ് ശരിക്കും പറഞ്ഞാൽ ക്ലോഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. anthropic.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വായിക്കാൻ പറ്റും. നമ്മുടെ ഫ്രീ വേർഷനിൽ യൂസ് ചെയ്ത മോഡൽ എന്ന് പറയുന്നത് ക്ലോഡ് 3.5 സോണറ്റ് ആണ് നമ്മുടെ ഫ്രീ വേർഷനിൽ യൂസ് ചെയ്യുന്ന ക്ലോഡിൻ്റെ മോഡൽ. നമുക്കിതിൻ്റെ പ്രൈസിങ് എന്താണെന്ന് നോക്കാം. പ്രൈസിങ് ഫ്രീ വേർഷനിൽ ഇത്രയുമാണ് അതിനുണ്ടായിരിക്കുന്ന ഫീച്ചേഴ്സ് ഉണ്ടാവുക. 3.5 സോണറ്റാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പ്രോ വേർഷനുണ്ട്. പ്രോ വേർഷൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് $20 പെർ പേഴ്സൺ പെർ മന്ത്. ഇതിലുള്ള എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ 2 അഡീഷണൽ ആയിട്ടുള്ള 2 മോഡൽസും കൂടിയും പ്രോ വേർഷനിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഹയർ യൂസേജ് ലിമിറ്റ്സ് ആയിരിക്കും പ്രോ വേർഷനിൽ ഉണ്ടാവുക. ലിമിറ്റ്സ് ഉണ്ടാവും പ്രോ വേർഷനിൽ, പക്ഷേ ഫ്രീ വേർഷനിലുള്ളതിനേക്കാളും നമുക്ക് എന്തുണ്ടാവും, യൂസേജ് ലിമിറ്റ്സ് കൂടുതലായിരിക്കും പ്രോ വേർഷനിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ക്ലോഡിൻ്റെ ഒരു മെയിൻ ഫീച്ചറാണ് പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഫീച്ചർ. ആ ഫീച്ചർ പ്രോ വേർഷനിലാണ് ഉണ്ടാവുക, ഫ്രീ വേർഷനിൽ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രീ വേർഷനാണ്. ഫ്രീ വേർഷൻ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് ഒരു ടു ഡു ലിസ്റ്റ് ആപ്ലിക്കേഷൻ. നമ്മളെപ്പോഴും പല ബിഗിനർ ലെവൽ പ്രൊജക്ട്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുള്ളതാണ് ഒരു ടു ഡു ലിസ്റ്റ് ആപ്ലിക്കേഷൻ. HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും ലോക്കൽ സ്റ്റോറേജൊക്കെ യൂസ് ചെയ്തിട്ട് ടു ഡു ലിസ്റ്റ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളൊരു ടു ഡു ലിസ്റ്റ് ആപ്ലിക്കേഷൻ എങ്ങനെ ക്ലോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ
നേരത്തെ ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് പ്രോഗ്രാമിങ് നമ്മൾ HTML-ഉം CSS-ഉം JS-ഉം ഒക്കെ നമ്മൾ റൈറ്റ് ചെയ്യുന്നതിനേക്കാളും എത്ര ടൈംസ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഫാസ്റ്ററായിട്ട് നമുക്ക് AI ടൂൾസിൻ്റെ ഹെൽപ്പോടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ. എനിക്കതിൽ വേണ്ട ഫീച്ചേഴ്സ് എന്താണ്? പുതിയ ടാസ്കുകൾ ആഡ് ചെയ്യാൻ പറ്റണം, ഒരു ടാസ്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് എന്നുള്ളത് മാർക്ക് ചെയ്യാൻ പറ്റണം, ടാസ്ക്സ് ഡിലീറ്റ് ചെയ്യാൻ പറ്റണം, നമ്മൾ ചെയ്തിരിക്കുന്നത് ലോക്കൽ സ്റ്റോറേജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റണം. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോഡിൻ്റെ അടുത്ത് ആ പ്രോംപ്റ്റ് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ക്ലോഡ് നമുക്ക് എന്താണ് ഔട്ട്പുട്ട് തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് എ സിമ്പിൾ ടു ഡു ലിസ്റ്റ് വെബ് ആപ്പ് വിത്ത് ബേസിക് HTML സ്ട്രക്ചർ ഇൻക്ലൂഡ് എ ടൈറ്റിൽ. ഓക്കെ, എനിക്ക് ഇൻപുട്സ് കൊടുക്കാനായിട്ട് ടാസ്ക് ആഡ് ചെയ്യാനായിട്ട് ഒരു ഇൻപുട്ട് ഫീൽഡ് കൊടുക്കണം, പുതിയ ടാസ്ക് ആഡ് ചെയ്യാൻ. ആഡ് എന്ന് പറയുന്നൊരു ബട്ടൺ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ടാസ്കുകൾ ലിസ്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. HTML ഫയൽ വിത്ത് ഇൻലൈൻ CSS ആയിട്ട് കൊടുക്കാനാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. JS-ഉം CSS-ഉം ഇൻലൈൻ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി പ്രിവ്യൂഡ്. ഓക്കെ, ഇത്രയാണ് ഞാൻ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ ക്ലോഡ് 3.5 സോണറ്റ് ആണ്. ഓക്കെ, എന്നിട്ട് നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലോഡ് അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഞാൻ ഇത്രയും കൊടുത്തപ്പോൾ തന്നെ ലെസ് ദാൻ 1 മിനിറ്റ് ടൈമാണ് എടുത്തുള്ളൂ. നമുക്ക് എന്ത് കിട്ടി? ക്ലോഡ് ഇവിടെ നമുക്ക് അതിൻ്റെ കോഡും പ്രിവ്യൂവും തന്നു. ഓക്കെ, ഇത് ക്ലോഡിൻ്റെ ഒരു ഫീച്ചറാണ്. നമ്മൾ ChatGPT ഒക്കെ യൂസ് ചെയ്തവർക്ക് അറിയാം, ChatGPTയിലൊന്നും നമുക്ക് ഇങ്ങനെ ഒരു പ്രിവ്യൂ വേർഷൻ ഉണ്ടാവില്ല. ഇതുപോലെ ഒരു കോഡ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ കോപ്പി ചെയ്ത് നമ്മൾ നമ്മുടെ എഡിറ്ററിൽ കൊണ്ടിട്ട് വേണം നമ്മളത് കാണാനോ അല്ലെങ്കിൽ പ്രിവ്യൂ ചെയ്യാനോ. ക്ലോഡിൻ്റെ ഈ ഫീച്ചറിനാണ് ക്ലോഡ് ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ എന്തുണ്ടാവും, ഇവിടെ തന്നെ നമ്മൾ ചോദിക്കുന്ന കോഡ് ക്ലോഡ് ടൈപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ ഈ കോഡെന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നമുക്കത് കാണാൻ പറ്റും എന്താണ് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പം HTML CSS ഇവിടെ അവർ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻലൈൻ CSS ആയിട്ട് കൊടുക്കാൻ നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഇൻലൈൻ ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ HTML സ്ട്രക്ചർ സിമ്പിൾ ടു ഡു ലിസ്റ്റ് ആപ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻപുട്ട് ടൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ആഡ് ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അൺഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അൺഓർഡേർഡ് ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ജാവാസ്ക്രിപ്റ്റും ഇതുപോലെ തന്നെ ഇൻലൈനായിട്ട് നമ്മൾ കൊടുക്കാൻ പറഞ്ഞതുകൊണ്ടും ഇവിടെ ഇൻലൈനായിട്ട് ജാവാസ്ക്രിപ്റ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം എലമെൻറ്റിനെ ഗെറ്റ് എലമെൻറ്റ് ID വെച്ചിട്ട് നമ്മുടെ IDസിനെ ഫെച്ച് ചെയ്തെടുക്കുന്നു. ക്ലിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടാസ്കുകൾ ആഡ് ആവുന്ന എല്ലാം കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ടോഗിൾ ബട്ടൺ ഉണ്ട്. പ്രിവ്യൂ എന്ന് പറയുന്ന ടോഗിൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഡ് എന്താണോ ചെയ്തിരിക്കുന്നത് അതിന് നമ്മളിപ്പോൾ ഒരു ബ്രൗസറിൽ വ്യൂ ചെയ്യുന്നത് പോലെ നമുക്കിവിടെ പ്രിവ്യൂ ചെയ്ത് കാണാൻ പറ്റും. അത് ഒരു വലിയൊരു അഡീഷണൽ ഫീച്ചറാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾക്ക് ഇവിടെ തന്നെ അതിനെ പ്രിവ്യൂ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇമ്പ്രൂവ്മെൻറ്റ്സും അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ പ്രോംപ്റ്റായിട്ട് കൊടുത്തിട്ട് നമുക്കതിനെ ഇവിടെ ഒരു ബ്രൗസറിൽ കാണുന്ന രീതിയിൽ തന്നെ ക്ലോഡിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫീച്ചറാണ് ക്ലോഡ് ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി നമ്മുടെ ആപ്പ് വർക്ക് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊരു പുതിയ ടാസ്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാൻ ആഡ് ക്ലിക്ക് ചെയ്തു. ആഡ് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആഡ് ചെയ്ത ടാസ്ക് ഇവിടെ ഫെച്ച് ചെയ്തത് കാണിച്ചു. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിലീറ്റ് ബട്ടണും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് പറ്റി, നമ്മുടെ ആ ടാസ്ക് ഡിലീറ്റ് ആവുകയും ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ് ക്ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് കറക്റ്റ് ഡിസ്ക്രിപ്റ്റീവായിട്ട് അത് പറഞ്ഞിട്ടുമുണ്ട് നമ്മുടെ അടുത്ത്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, സിമ്പിൾ ടു ഡു ലിസ്റ്റിന് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ ടൈറ്റിലാണ് അവരത് പറയുന്നത്. ഇൻപുട്ട് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്, ആഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അൺലോഡഡ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇൻലൈൻ CSSഉം ഇൻലൈൻ JSഉം ആഡിങ് ആൻഡ് റിമൂവിങ് ടാസ്ക്സിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അത് കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ആപ്പ് എന്തൊക്കെ ചെയ്യും എന്നുള്ള ഫങ്ഷനാലിറ്റിയും പറഞ്ഞിട്ടുണ്ട്. അഡീഷണലി അത് നമ്മളടുത്ത് പറയുന്നുണ്ട്, ദ സ്റ്റൈലിംഗ് ഈസ് സിമ്പിൾ ആൻഡ് ക്ലീൻ വിത്ത് എ റെസ്പോൺസീവ് ഡിസൈൻ ദാറ്റ് വർക്ക്സ് വെൽ ഓൺ വേരിയസ് സ്ക്രീൻ സൈസസ്. അതായത് ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസസിൽ റെസ്പോൺസീവ് ആയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ അവർ CSS സ്റ്റൈലിംഗ് ചെയ്തിരിക്കുന്നതെന്നും പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്.
ഇനി നമുക്കിത് എന്താണ് ഇതിൻ്റെ ഉള്ളിലല്ല, നമുക്കൊരു വെബ് ബ്രൗസറിൽ ചെക്ക് ചെയ്യണമെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോയിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇൻഡെക്സ് ഡോട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് index.htmlൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ HTML ഫയൽസ് കൊണ്ടിടാം, HTMLൻ്റെ കോഡ് കൊണ്ടിടാം. അതുപോലെ തന്നെ CSS ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് CSSൻ്റെ കോഡ്സ് കൊണ്ടിടാം, JS ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് JSൻ്റെ കോഡ്സ് കൊണ്ടിടാം. ഓക്കെ, അപ്പോൾ അത് കോഡിങ്, ബേസിക് ആയിട്ടുള്ള കോഡിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നവർക്ക് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ ക്ലോഡിൻ്റെ അടുത്ത് തന്നെ നമ്മൾ പറയുകയാണ്, ഇതിന് സ്പ്ലിറ്റ് ചെയ്ത് 3 ഡിഫറെൻറ്റ് ഫയൽസ് ആക്കി HTMLും CSSും JSും ആയിട്ട് ഒരു ഫയലാക്കി, ഡിഫറെൻറ്റ് ഫയൽസ് ആക്കി തരാൻ പറഞ്ഞാൽ ക്ലോഡ് ഡിഫറെൻറ്റ് ഫയൽസ് ആക്കി നമുക്ക് തരും. ആ ഫയൽസിനെ നമ്മൾ അതുപോലെ വിഷ്വൽ സ്റ്റുഡിയോയിൽ നമ്മൾ ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്താലും നമ്മുടെ ആപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, ഇതിൽ നമുക്ക് കുറച്ചും കൂടി അഡീഷണലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ക്ലോഡിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ലോക്കൽ സ്റ്റോറേജിൻ്റെ ഫങ്ഷനാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ആ ഫങ്ഷനാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് എന്നുള്ളത് മാർക്ക് ചെയ്യാനായിട്ടുള്ള ഫീച്ചറും കൂടിയും ക്രിയേറ്റ് ചെയ്യണം. ഇനി നമുക്കിതിൽ കൊണ്ടുവരാവുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ട അഡീഷണൽ ഫീച്ചേഴ്സ് ഞാനിവിടെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമുക്ക് വേണ്ടത് ടാസ്ക് കംപ്ലീഷനാണ്. ഏതൊക്കെ ടാസ്കുകൾ കംപ്ലീറ്റ് ആയി എന്നുള്ളത് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. പിന്നെ ഡ്യൂ ഡേറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റണം. ഒരു ടാസ്ക് എപ്പം ഡ്യൂ ഡേറ്റ് ആണെന്നുള്ളത് ആഡ് ചെയ്യാനായിട്ട് ഒരു ഡേറ്റ് ഇൻപുട്ട് ഫീൽഡ് കൊടുക്കാനായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ടാസ്കും എന്ത് കാറ്റഗറിയിലാണ് വരുന്നത്, അതുപോലെ തന്നെ ആ കാറ്റഗറിയിൽ എന്ത് കൊടുക്കണം എന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വർക്ക്, പേഴ്സണൽ, ഷോപ്പിംഗ് എന്നുള്ള കാറ്റഗറീസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കാറ്റഗറീസിനെ നമ്മൾക്ക് ഫിൽറ്റർ ചെയ്ത് കാണിക്കാനുള്ള ഓപ്ഷനും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് മോഡിഫൈ ചെയ്യുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതും പ്രോംപ്റ്റായിട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇത് നമുക്ക് ക്ലോഡിൽ കൊടുക്കാം. അപ്പോൾ ക്ലോഡ് എന്താണ് അതിന് നമുക്ക് ഔട്ട്പുട്ട് തരുന്നതെന്ന് നോക്കാം. ഇനി അപ്പോൾ നമുക്ക് ക്ലോഡ് അതിനുള്ള ഔട്ട്പുട്ടും തന്നിട്ടുണ്ട്. നമുക്ക് ടാസ്ക് എൻ്റർ ചെയ്യാൻ, അതുപോലെ ഡേറ്റ്, ഡ്യൂ ഡേറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഏത് കാറ്റഗറിയിൽ വരും എന്നുള്ളത് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും തന്നിട്ടുണ്ട്. നമുക്കൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് ഒരെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് ചെയ്യാനായിട്ടുള്ള ടിക്ക് ബോക്സും തന്നിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ട് ഡ്യൂ ഡേറ്റും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. നമ്മുടെ കാറ്റഗറിയും ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് പുതിയൊരു ടാസ്ക് ആഡ് ചെയ്ത് നോക്കാം വേറൊരു കാറ്റഗറിയിൽ. പേഴ്സണലാണ്, ആഡ് കൊടുത്തു. അപ്പോൾ അടുത്തത് പേഴ്സണൽ എന്ന് പറയുന്നതിലേക്ക് വന്നു. പേഴ്സണലിൽ നമ്മൾക്ക് അടുത്ത കാറ്റഗറി നമ്മൾ കൊടുത്തത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കാറ്റഗറീസിൻ്റെ ഫിൽറ്ററിങ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫിൽറ്ററിങ് വർക്ക് എന്നുള്ളതാണെങ്കിൽ വർക്ക് എന്നുള്ളത് മാത്രം ഫിൽറ്ററിങ് വന്നു. പേഴ്സണൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫിൽറ്റർ ചെയ്ത് വന്നു. ഷോപ്പിങ്ങിൻ്റെ ഉള്ളിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഒന്നും ലിസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല. ഇനി ഓൾ കാറ്റഗറീസ് ആണെങ്കിൽ അതും നമുക്ക് കാണാം. ഇപ്പോൾ ഓരോന്നും ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ടിക്ക് ചെയ്താൽ അത് സ്ട്രൈക്ക് ഓഫ് ആയി കംപ്ലീറ്റഡ് എന്നുള്ളതിന് മാർക്ക് ചെയ്യാനായിട്ടുള്ള ഫങ്ഷനാലിറ്റിയും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ടാസ്ക് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ അതും കറക്റ്റായിട്ട് ഡിലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ലിസ്റ്റ് ചെയ്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് എനിക്ക് വേണമെന്ന് ഞാൻ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ആ എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ക്ലോഡ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി കോഡ് എടുത്ത് നമുക്ക് നോക്കാം. കോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റ് ചെയ്ത് ക്ലോഡ് തന്നിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് ഇതിൽ കുറച്ച് CSS ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് ബട്ടൺസിൻ്റെ കുറച്ച് കളേഴ്സ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ഈ ടു ഡു ലിസ്റ്റുകൾക്കൊക്കെ ഒരു ഓൾട്ടർനേറ്റീവ് കളേഴ്സ് കൊടുക്കുന്നത്, ബട്ടൺ കുറച്ചും കൂടി ഡിഫറെൻറ്റ് കളേഴ്സും കോർണേഡ് എഡ്ജസ് ആയിട്ട് കൊടുക്കുന്നത്, അങ്ങനത്തെ കുറേ CSS ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തൊക്കെ എനിക്ക് വരുത്തണം എന്നുള്ളത് ഞാനിവിടെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് എന്ത് ചെയ്യാം, അത് ഞാൻ ക്ലോഡിനോട് പറയുകയാണ് ഇതൊക്കെ CSS ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണം എന്നുള്ളത് ഞാൻ അടുത്ത പ്രോംപ്റ്റായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലോഡ് എന്തൊക്കെ ചെയ്ത് തരും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള CSS റൈറ്റ് ചെയ്യാണ് ക്ലോഡ്.
ഒന്നും കൂടിയും കുറച്ച് കളേഴ്സും ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മെൻഷൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മളിതിനെ ക്ലിക്ക് ചെയ്യുമ്പം ചെറിയ ഇഫക്ട്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ടൺസിൽ ഒരു ചെറിയൊരു ഹോവർ എഫക്റ്റ് കൊടുക്കാൻ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ ഇൻപുട്ട് ഫീൽഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ഒരു കളർ ചേഞ്ച് പോലെ ബോർഡർ കളേഴ്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടാസ്ക് ആഡ് ചെയ്ത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അതുപോലെ കളേഴ്സ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിനൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂ ഡേറ്റും കാറ്റഗറിയൊക്കെ പ്രോപ്പറായിട്ട് ഇവിടെ ഇപ്പോൾ താഴെ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റിനും ഡിലീറ്റിനും ഓരോ ബട്ടൺ കളേഴ്സ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് നമുക്ക് കൊടുത്ത് നോക്കാം. ചെറിയതിന് ഞാൻ ഹോവർ ചെയ്യുന്ന സമയത്ത് ഓരോന്നിനും ഒരു ഹോവർ കളർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ക്ലൗഡ് നമുക്കിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഓരോ ബട്ടണിലും ഹോവർ എഫക്ട്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഓരോ ടാസ്കിൻ്റെയും പ്രയോറിറ്റീസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരിത് വേണം. അതായത് ഓരോ ടാസ്കും ഏത് ടാസ്ക്കാണ് ഹൈ പ്രയോറിറ്റി, മീഡിയം, ലോ പ്രയോറിറ്റി എന്നുള്ളത് കൊടുക്കാൻ വേണ്ടി അതിന് ഞാനൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഐ വോണ്ട് ടു ആഡ് എ പ്രയോറിറ്റി ലെവൽ ടു ഈച്ച് ടാസ്ക്, ഹൈ, മീഡിയം, ലോ. ക്യാൻ യു പ്ലീസ് മോഡിഫൈ or app to include this feature both in terms of adding priority to task and visually representing it in the list. Also maintain the current CSS features. അപ്പോൾ ക്ലൗഡ് അത് നമുക്ക് ജനറേറ്റ് ചെയ്യാണിപ്പോൾ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് മെസ്സേജസിൻ്റെ ലിമിറ്റ്സ് കഴിയാണ്. നമ്മൾ ഫ്രീ വേർഷൻ യൂസ് ചെയ്താലും നമ്മൾ ഇത്രയും മെസ്സേജസ് കൊടുത്തപ്പോൾ ഇനി നമുക്ക് 2 മെസ്സേജസും കൂടിയാണ് റിമൈനിങ് ഉള്ളൂ. ഇനി ഒരിത്തിരി ടൈം കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ ഒരു മെസ്സേജ് ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതും കൂടി കഴിഞ്ഞപ്പോൾ എനിക്കിനി 1 മെസ്സേജും കൂടി റിമൈനിങ് ഉള്ളൂ അണ്ടിൽ 4 PM. ഇനി അടുത്ത എത്ര ടൈം കഴിഞ്ഞാലാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ ക്ലൗഡിൻ്റെ അടുത്ത് ഈ ഫ്രീ വേർഷനിൽ പിന്നെ കമൻറ്റ്സ് അല്ലെങ്കിൽ മെസ്സേജസ് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പ്രോ വേർഷനിൽ അതുകൊണ്ടാണ് നിങ്ങൾ പ്രോ വേർഷൻ കാണിച്ചത്. പ്രോ വേർഷനിൽ നമുക്ക് അങ്ങനെ ലിമിറ്റ്സ് ഉണ്ട്, പക്ഷേ ഇതിലും കൂടുതലായിരിക്കും. കുറച്ചും കൂടി കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജസ് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നമ്മുടെ ഈ ഫങ്ഷനാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രയോറിറ്റി ഇവിടെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കിത് ബ്രൗസറിന് ഇതില്ലാത്തതുകൊണ്ടാണ് അതിനെ. അതുപോലെ ഇപ്പോൾ നോക്കിയാൽ യൂട്യൂബ് വീഡിയോ ഹൈ പ്രയോറിറ്റി ആണെന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് പ്രയോറിറ്റി ലെവലും നമ്മുടെ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അകത്ത് ചെയ്യാനുള്ള വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ലോക്കൽ സ്റ്റോറേജിൻ്റെ ഫങ്ഷനാലിറ്റി ആഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതും കൂടി നമുക്ക് കൊടുക്കാം. ഓക്കെ, ലോക്കൽ സ്റ്റോറേജിൻ്റെ ഫങ്ഷനാലിറ്റി നമുക്ക് ഈ ക്ലൗഡിൻ്റെ ബ്രൗസറിൽ വർക്ക് ചെയ്യില്ല. അതാണ് എറർ മെസ്സേജ് കൺസോളിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കോഡ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കോഡ് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോയിൽ കൊണ്ടിട്ടിട്ട് നമുക്ക് നമ്മുടെ ബ്രൗസറിൽ റൺ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ വേർഷൻ്റെ ടൈം ലിമിറ്റും മെസ്സേജ് ലിമിറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ആക്കുകയാണ്. നമ്മുടെ HTML കോഡുകൾ കൊണ്ട് കൊടുക്കാം. ഓക്കെ, ഇൻലൈൻ CSS നമ്മളിവിടുന്ന് കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. CSS എല്ലാം നമുക്ക് CSS ഫോൾഡറിൻ്റെ ഉള്ളിലാണ് കൊണ്ടിടാനുള്ളത്. സ്റ്റൈൽ ഇവിടെ എൻഡ് ആവും. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഹെഡ് ടാഗിൻ്റെ ഉള്ളിലുള്ളതും ഹെഡിൻ്റെയും ബോഡിക്കകത്തുള്ളത് നമുക്ക് കോപ്പി ചെയ്യാം. JS ഫയൽസും നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യേണ്ട. ഓക്കെ, നമ്മുടെ ഹെഡ് ഇവിടെ ക്ലോസ് ആയി. ബോഡി ടാഗ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ സ്ക്രിപ്റ്റും CSS ഫയൽസും നമുക്ക് കോപ്പി ചെയ്യണം. HTML ടാഗും നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് JS ഫയൽ script.js ഫയലിൽ നിന്ന് സ്ക്രിപ്റ്റ് ഫയൽ കോപ്പി ചെയ്തുകൊണ്ട് വരാം.
സ്ക്രിപ്റ്റ് ഞാനിവിടെ ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് CSS ആണ്. CSS കോപ്പി ചെയ്തിട്ട് വരാം. CSS നമ്മൾ കോപ്പി ചെയ്തുകൊണ്ട് വന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ CSS ഫയലിനെയും JS ഫയലിനെയും നമ്മുടെ HTML ഉള്ളിൽ ലിങ്ക് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ ആദ്യം നമുക്ക് CSS ഫയൽ ലിങ്ക് ചെയ്ത് കൊടുക്കാം. ലിങ്ക് റിലേഷൻ ഇസ് ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് href ഇസ് ഈക്വൽ ടു CSS എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് CSS/style.css നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുത്തു. ഇനി JS ഫയലിന് നമുക്ക് ബോഡി എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ലിങ്ക് ചെയ്ത് കൊടുക്കാം. സ്ക്രിപ്റ്റ് src ഈക്വൽ JS ഫോൾഡറിൻ്റെ ഉള്ളിൽ script.js സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തു. നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ റൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ നമുക്ക് ലോക്കൽ സ്റ്റോറേജിലും ഒക്കെ സേവ് ആവുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ബ്രൗസറിൻ്റെ ഉള്ളിൽ തന്നെ. വീഡിയോ റെക്കോർഡിങ്സ്, ഡ്യൂ ഡേറ്റ് കൊടുക്കാം, സെലക്ട് കാറ്റഗറി, പ്രയോറിറ്റി സെറ്റ് ചെയ്യാം, ആഡ് ചെയ്യാം. വന്നിട്ടുണ്ട് നമ്മുടെ ഇത്. ഇനി അടുത്തൊരു ടാസ്ക് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. പ്രയോറിറ്റി മീഡിയം, അതും നമുക്ക് ആഡ് ആയിട്ടുണ്ട്. സെലക്ട് കാറ്റഗറി, ഷോപ്പിംഗ്, പ്രയോറിറ്റി ലോ കൊടുക്കാം, ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആഡ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാറ്റഗറീസ് ഫിൽറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. അപ്പോൾ വർക്ക് എന്നുള്ളതാവുമ്പോൾ ഓക്കെ, കാറ്റഗറി വർക്ക് തന്നെ ഫിൽറ്ററായി വന്നിട്ടുണ്ട്. പേഴ്സണൽ ഫിൽറ്റർ ചെയ്ത് വന്നിട്ടുണ്ട്. ഷോപ്പിംഗ് ഫിൽറ്റർ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഓൾ കാറ്റഗറീസ് ആകുമ്പോൾ എല്ലാം കാണിക്കുന്നുണ്ട്. പ്രയോറിറ്റീസിൻ്റെ ഫിൽട്രേഷനും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എന്താണ്, ഹൈ പ്രയോറിറ്റി ഉള്ളത്, മീഡിയം പ്രയോറിറ്റി ഉള്ളത്, ലോ പ്രയോറിറ്റി ഉള്ളത്, എല്ലാ ഫിൽട്രേഷൻസും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു ടാസ്ക് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് സ്ട്രൈക്ക് ഓഫ് ആവുന്ന ഫങ്ഷനാലിറ്റിയും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇത് അൺഡു ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലോക്കൽ സ്റ്റോറേജ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് പറ്റുന്നില്ല, നമ്മുടെ ഇത് പോകുന്നില്ല. വിച്ച് മീൻസ് നമ്മുടെ ലോക്കൽ സ്റ്റോറേജ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് കൺസോളിലൊന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻസിൻ്റെ ഉള്ളിൽ പോയിട്ട് ലോക്കൽ സ്റ്റോറേജ് എടുക്കുക. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഡേറ്റ എല്ലാം ഇവിടെ ലോക്കൽ സ്റ്റോറേജിൽ സ്റ്റോർ ആയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ടാസ്ക്സ് എന്നുള്ള രീതിയിൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഒരെണ്ണം ഡിലീറ്റ് ചെയ്ത് നോക്കുമ്പോൾ സെയിം നമ്മൾ ലോക്കൽ സ്റ്റോറേജിൽ അത് അപ്ഡേറ്റ് ആവുകയും ചെയ്തിട്ട്. ഇപ്പോൾ ലോക്കൽ സ്റ്റോറേജിൻ്റെ ഉള്ളിൽ അറേയുടെ ഉള്ളിൽ 2 അറേ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, കാർ വാഷും ബൈ ബുക്സും. ഓക്കെ, ഇനി നമുക്കൊരെണ്ണം ആഡ് ചെയ്യുമ്പോഴും എന്തുണ്ടാവും, ഈ അറേയുടെ ഉള്ളിലേക്കായിരിക്കും അത് ആഡ് ആവുന്ന, ലോക്കൽ സ്റ്റോറേജിൻ്റെ അറേയുടെ ഉള്ളിലേക്ക്. ലേണിയായി ഇപ്പം നോക്കിയേ, നമ്മുടെ ഈ അരയുടെ ലോക്കൽ സ്റ്റോറേജിൻ്റെ അരയുടെ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് ലേൺ ആയി എന്നുള്ളതും കൂടിയും ആഡ് ആയിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ ആഡ് ആയിരിക്കുന്നത്. നിങ്ങൾ ബിൽഡ് ചെയ്ത ഈ ആപ്ലിക്കേഷൻ ഇനി വേറെ ആർക്കെങ്കിലും നമുക്ക് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കും. ഇപ്പം നമ്മൾ ലോക്കലിൽ കൊണ്ടിട്ടപ്പോൾ, വിഷ്വൽ സ്റ്റുഡിയോയിൽ കൊണ്ടിട്ടപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് പബ്ലിക്കലി ആർക്കും നമ്മൾ ബിൽഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റില്ല അല്ലേ. പബ്ലിക്കലി നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് ഈ ആപ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്യാനായിട്ടുള്ളൊരു ഫീച്ചറും കൂടിയും ക്ലോഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പബ്ലിഷ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. പബ്ലിഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർട്ടിഫാക്റ്റിനെ നമുക്ക് ഇൻ്റർനെറ്റിൽ ആക്സസിബിൾ ആവുന്ന രീതിയിൽ നമുക്ക് ഒരു ലിങ്ക് ക്ലോഡ് ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. പബ്ലിഷ് ആൻഡ് കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് പബ്ലിക്കലി ആർക്ക് വേണമെങ്കിലും വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് തരും. കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നമുക്ക്
എന്നിട്ട് നിങ്ങൾ ഈ ലിങ്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഈ ബിൽഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഞാനിതിപ്പോൾ ഇവിടെ ബ്രൗസറിൽ കൊടുക്കുകയാണ് URL. നമ്മൾ ബിൽഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്കിത് പബ്ലിക്കായിട്ട് ഇതുപോലെ ഒരു URL വേണ്ട എങ്കിൽ എന്ത് ചെയ്യുക, അൺപബ്ലിഷ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് അൺപബ്ലിഷ്ഡ് ആവും. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തുള്ള വേറൊരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീമിക്സ് ആർട്ടിഫാക്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ഈ റീമിക്സ് ആർട്ടിഫാക്റ്റ് എന്ന് പറയുന്ന ഫീച്ചർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തല്ലോ നിങ്ങളുടെ പബ്ലിക്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനോ അല്ല ആർക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്തോരം ചെയ്തു വെച്ചിരിക്കുന്നോ അവിടുന്ന് അതിൻ്റെ പിന്നെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുകയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിന് റീമിക്സ് ആർട്ടിഫാക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ ആ ആൾക്ക് ക്ലോഡിൽ ഒരു അക്കൗണ്ട് വേണം. അങ്ങനെയാണെങ്കിൽ എന്താവും, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോഡ് അവർക്ക് അതുപോലെ തന്നെ അത്രയും എവിടെ വരെയാണോ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അവർക്ക് കിട്ടും. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ക്ലോഡിൽ ബാക്കി പ്രോംസ് കൊടുത്തിട്ട് ഇനി ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുകയോ മോഡിഫിക്കേഷൻസ് വരുത്തുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് അവർക്ക് ക്ലോഡിൽ അക്കൗണ്ട് വേണം. അവരുടെ ക്ലോഡ് അക്കൗണ്ടിലായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എത്രയും ഇത് അവർക്ക് കിട്ടും. എന്നിട്ട് അവർക്ക് അതിൽ നിന്നും മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റും. നമ്മൾ ആദ്യം ക്ലോഡിൻ്റെ പ്ലാൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പ്ലാനിൻ്റെ ഉള്ളിലുള്ള പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഒരു മേജർ ഫീച്ചറിനെ കുറിച്ച് പറഞ്ഞിരുന്നു ക്ലോഡിൻ്റെ. അതുപോലെ തന്നെ 2 ഡിഫറെൻറ്റ് അഡീഷണൽ മോഡൽസും കൂടി ഉണ്ടെന്നുള്ളത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ക്ലോഡിൻ്റെ ഒരു ഫ്രീ പ്ലാൻ അല്ല, ഇത് പ്രൊഫഷണൽ പ്ലാൻ ഉള്ള ഒരു അക്കൗണ്ടാണ് ഈ അക്കൗണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് ഫ്രീ പ്ലാൻ ഉള്ളൊരു അക്കൗണ്ടിലാണ്. ഇത് പെയ്ഡ് പ്ലാൻ അക്കൗണ്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും നമ്മൾ പറഞ്ഞ അടുത്ത 2 മോഡൽസ് ഇവിടെയുണ്ട്. ഈ 2 മോഡൽസും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടാസ്കുകൾ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ ക്ലോഡ് 3 ഓപ്പസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ടാസ്ക് റൈറ്റിങ്ങിൽ വളരെ ഗുഡായിട്ടുള്ള ഒരു മോഡലാണ്. നമ്മൾ ചെയ്ത 3.5 സോണറ്റാണ് മോസ്റ്റ് ഇൻ്റലിജൻറ്റ് മോഡൽ എന്നവർ പറയുന്നത്. അടുത്തത് ക്ലോഡ് 3 ഹൈക്കു എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് മോഡൽ ഫോർ ഡെയിലി ടാസ്ക്സിന് വേണ്ടിയിട്ടുള്ള മോഡലാണ്. അപ്പോൾ ഈ മോഡൽസ് മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഫഷണൽ പ്ലാനിൽ അവർ ബാക്കി 2 മോഡലും കൂടിയും ആക്സസ് തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു ഫീച്ചറാണ് ഇൻട്രൊഡ്യൂസിങ് പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ബ്രിങ് യുവർ ഡോക്സ് കോഡ് ആൻഡ് ഫയൽസ് ടു കൊളാബറേറ്റ് വിത്ത് ക്ലോഡ് ആൻഡ് യുവർ ടീം. അപ്പോൾ ഇത് ആണ് മെയിനായിട്ടുള്ള ഒരു ഫീച്ചർ. ട്രൈ ആൻഡ് എക്സാമ്പിൾ പ്രൊജക്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, ഓക്കെ, എന്തെങ്കിലും ഡേറ്റ അതുപോലത്തെ പല കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ കോഡ് ഫയൽസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്രൊജക്റ്റ് നോളജ് ബേസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോഡിൻ്റെ അടുത്ത് നമ്മുടെ പ്രൊജക്റ്റിനെ ബിൽഡ് ചെയ്യാൻ പറയാൻ പറ്റും. ഓക്കെ, നമ്മളൊരു ബിഗ് ആപ്ലിക്കേഷൻസ്, കോംപ്ലക്സ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ക്ലോഡിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോസിൽ പ്രൊജക്റ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അത് വെച്ച് കുറച്ചും കൂടിയും കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഫീഡ്ബാക്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പറ്റുന്നത് നമ്മൾ മാക്സിമം ക്ലാരിഫൈ ചെയ്ത് തരാം അടുത്ത വീഡിയോസിലായിട്ട്. നിങ്ങൾ ഡെവലപ്പേഴ്സോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പഠിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള AI ടൂൾസ് നമ്മുടെ വർക്ക് കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുവഴി നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.